ഇപ്പോൾ ഈ വിജയിച്ച ആളുകളിൽ ബഹുഭൂരിപക്ഷം ആളുകളും അവർ ചെയ്തൊരു പ്രാക്ടീസാണ് മെഡിറ്റേഷൻ എന്ന് പറയുന്നത്. രണ്ടാമത്തെ ഹാബിറ്റ് ഞാൻ കോമൺ ആയി കണ്ടതും അത് നമ്മുടെ നാട്ടിൽ ഇല്ലാത്തൊരു ഹാബിറ്റാണ് ജേർണലിംഗ് എന്ന് പറയുന്നത്. ഓരോ ദിവസവും വൈകിട്ട് ഇന്നത്തെ കാര്യങ്ങളെക്കുറിച്ച് എഴുതുക. ലെസൺസ് എന്തായിരുന്നു പെയിൻസ് എന്നും നാളത്തെ പ്ലാൻ എന്തായിരുന്നു എന്നും എഴുതുന്ന ഒരു ജേർണലിംഗ് എന്നുള്ള ഹാബിറ്റ് ഈ വിജയിച്ച എല്ലാ ആളുകൾക്കും ഉണ്ടായിരുന്ന ഹാബിറ്റാണ്. ഇനി മൂന്നാമത്തെ ഹാബിറ്റ് എക്സസൈസാണ്, ഫിസിക്കൽ ആക്ടിവിറ്റി. അതിൽ പ്രധാനപ്പെട്ട ഹാബിറ്റാണ് പവർ ഓഫ് പോസിറ്റീവ് തിങ്കിങ്. ഈ വിജയിച്ച ആളുകൾ ഇല്ലാത്തതിനെക്കുറിച്ച് ചിന്തിക്കുന്നവരല്ല, നെഗറ്റീവായി ചിന്തിക്കുന്നവരല്ല, എങ്ങനെ പോസിറ്റീവായി എല്ലാ കാര്യങ്ങളെയും കാണുവാൻ സാധിക്കും. ഇനി പിന്നീട് അവർ കണ്ടിട്ടുള്ള ഒരു ഹാബിറ്റ് എന്ന് പറയുന്നത് ഗ്രാറ്റിറ്റ്യൂഡ്. ഉള്ളതിനെക്കുറിച്ച് നല്ലത് പറയാനായിട്ട് എനിക്കിതുണ്ടല്ലോ എന്നുള്ളത്. അപ്പം അങ്ങനെ ബ്ലെസ്ഡ് ആകുന്നവരിലേക്കാണ് പുതിയ അട്രാക്ഷൻ ഉള്ളത്. അപ്പോൾ ഹെൽത്ത് എന്ന് പറയുന്നത് ബിഗ്ഗസ്റ്റ് അസറ്റായിട്ടാണ് അവർ കാണുന്നത്. ഹെൽത്ത് മോശമാക്കിക്കൊണ്ട് ഒരു കോംപ്രമൈസിനും ഇവർ തയ്യാറാകുന്നില്ല. നല്ലൊരു ആരോഗ്യകരമായ ശരീരമുണ്ടെങ്കിൽ, മനസ്സുണ്ടെങ്കിൽ വിജയിക്കാനുള്ള ശക്തിയും ഊർജ്ജവും കിട്ടുമെന്ന് വിശ്വസിച്ചവരാണ് അവർ.